ഹായ് ഗൈസ്, വെൽക്കം ടു ദ വ്ളോഗ്. ഇവിടെയാണോ ഈ വീഡിയോയുടെ ഇൻട്രോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെൻ ഐ ഡിസൈഡഡ് വാട്ട് ഔട്ട്ഫിറ്റ്സ് ടു വെയർ ആൻഡ് വാട്ട് ജ്വല്ലറി ടു വെയർ ദിസ് ദാറ്റ് ഇതൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ അതെല്ലാനും കൂടി വെച്ചിട്ട് ഐ എം ഹോപ്പിംഗ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് വ്ളോഗ്. ആക്ച്വൽ പരിപാടിയുടെ എവറിതിങ് ഇസ് ഗോയിങ് ടു ബി ആഫ്റ്റർ ദിസ്. അപ്പം എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ ഫുട്ടേജ് കിട്ടും, അത് നടക്കുന്ന സമയത്ത് ഫുട്ടേജ് എടുക്കാനുള്ള എനർജി എനിക്ക് ഉണ്ടാവുമോ ഓർ എനിത്തിങ് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാപ്പനിങ് ബിക്കോസ് ലക്ഷ്മി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇങ്ങനെ എനർജി ബബിൾ പേഴ്സൺ ഐ നോ ആൻഡ് ജസ്റ്റ് സോ ഹാപ്പി. കുറേ നാളായിട്ട് ഞങ്ങൾ നോക്കി ഇരിക്കുന്ന പോലത്തെ ഒരു ക്ലോസ് പരിപാടിയാണ്. ലൈക്ക് ഇറ്റ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരെ എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. മീൻസ് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ഈ ലക്ഷ്മിയുടെ പരിപാടി കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി ഉണ്ടാവുമെന്ന് അറിയില്ല. സോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ വെൽക്കം ടു ദ വ്ളോഗ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ ഗുഡ് ടൈം വാച്ചിങ് ദിസ്. ഹായ്, സോ ദിസ് ഇസ് 20 days, exactly 20 days ബിഫോർ ലക്ഷ്മിയുടെ കല്യാണം. ആൻഡ് ഞാനിവിടെ സാരി ട്രയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയുടെ ഫുൾ അലമാര തുറന്ന് വെച്ച്. അപ്പം ഇത് ആക്ച്വലി അമ്മച്ചിയുടെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരിയാണ്. പിന്നെ ഞാൻ അത് ഉടുത്ത് ട്രൈ ചെയ്തു. ദിസ് ഇസ് പ്രിറ്റി. ദിസ് മൈറ്റ് ബി ദ പൊട്ടൻഷ്യൽ സാരി ദാറ്റ് ഐ എം വെയറിങ്. എന്താ സോ ഇപ്പം ഞങ്ങൾ എടപ്പള്ളി ലുലുല ഇപ്പം ഞങ്ങൾ എടപ്പള്ളി ഗുഡ്വില്ല. ലൈക്ക് ദിസ് ഇസ് മാർച്ച് 1 സോ ബേസിക്കലി ലക്ഷ്മിയുടെ കല്യാണത്തിന് 16 days മുന്നേ ഓൾറെഡി നമ്മൾ സാരിയൊക്കെ തീരുമാനിച്ചു. അപ്പോൾ സാരിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ജ്വല്ലറി മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് രസമുണ്ട് ആക്ച്വലി കാണാൻ. ഇതെനിക്ക് ആക്ച്വലി ഇച്ചിരി ഇഷ്ടപ്പെട്ടു. ഇതിന് കമ്മൽ ജിമിക്കൊന്നല്ലേ? മാല കാണാൻ ഭംഗിയുണ്ട്. കമ്മൽ ഓൾസോ പ്രിറ്റി. ഇതിന് ജിമിക്കാണ് വന്നത് ആൻഡ് ഇതിന് ലോക്കറ്റ് ഉണ്ട്. ഗണപതിയാണ് ആക്ച്വലി ലോക്കറ്റ് വരുന്നത്. ഈ സൈഡിൽ ഓരോ ഗണപതി വരും. ഇതിൻ്റെ ഇവിടെ ഒരു ഗണപതി, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഗണപതി വരും. മാഡം സാരി ഉടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിനിട്ട് കഴിഞ്ഞപ്പോൾ ഭംഗി കൂടുതലാണ്. ഇത് നല്ല ഭംഗിയുണ്ടാവും വെച്ചേ. ഇത് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ലോക്കറ്റ് വന്നപ്പോഴത്തേക്കും ലുക്ക് മാറി. എനിക്ക് ഇതൊന്നും ഇതാ ഇഷ്ടമാണ്. അതെ, നമ്മൾ ജ്വല്ലറി മേടിച്ചിപ്പോൾ ഇറങ്ങിയിട്ടാ. സോ ഇനി സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ റിയൽ ടൈം വ്ളോഗ് നൗ. ആൻഡ് ടുഡേ ഈസ് March 4th. ലക്ഷ്മിയുടെ കല്യാണത്തിന് ഇനി 12 more days ആൻഡ് ദിസ് ഇസ് ഒഫീഷ്യലി ഐ ഹവ് ഡിസൈഡഡ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ദ വെഡിങ്. എൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരി ആണ് ഞാൻ ഉടുക്കാൻ പോണത്. ആൻഡ് ഐ ഹാവ് ബിൻ തിങ്കിങ് ഈ സാരി എൻ്റെ അമ്മയുടെ കല്യാണത്തിൻ്റെ സാരി ആയതാണ്. ഐ ഷുഡ് നോട്ട് വെയർ ഇറ്റ് ചുമ്മാ എവിടെയെങ്കിലും. ഐ ഹാവ് ടു വെയർ ഇറ്റ് എവിടെയെങ്കിലും സ്പെഷ്യൽ. ആൻഡ് ലക്ഷ്മീസ് വെഡിങ് ഹാസ് ഗോട്ട് ടു ബി എൻ്റെ ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ഹിന്ദു വെഡ്ഡിങ്സ് വേറെ കാഞ്ചീപുരം. അപ്പോൾ അത് കാരണം ഐ ഹവ് ഡിസൈഡഡ് ഇത് തന്നെ കൊടുക്കാൻ. ആൻഡ് ജ്വല്ലറി സാധനങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു. സോ സാരി ഉടുത്തേക്കുന്ന അത്രയ്ക്ക് ഭംഗിയിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ തന്നെ ഉടുത്തതാണ് ഇപ്പോൾ ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഹായ്, ഇന്ന് March 4th. ചിലപ്പോൾ സൗണ്ട് കേൾക്കൂലടി ഇത്ര ദൂരം.
സോ 12 more days to ലക്ഷ്മിയുടെ വെഡിങ്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് ഗുഡ്വില്ലാണ് ഇട്ടത്. ഗുഡ്വില്ലിൽ വന്ന് ഞാൻ ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിന്ന് സാരിയുടെ കൂടെ അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് അത് അത്ര ചേർന്നു അതുപോലെ തോന്നി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ലക്ഷ്മിയുടെയും ഗണപതിയുടെയും കൂടിയുള്ള ലോക്കറ്റുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുക്കാൻ വന്നതാണ്. അതും പിന്നെ ഞാൻ ഒരു മൂക്കുത്തി എടുത്തു. മൂക്കുത്തി ഐ എം ലൈക്ക് ആക്ച്വലി ലക്ഷ്മി ടോൾഡ് നീ ഹിപ്പ് ചെയിൻ ഇടണം, പിന്നെ കാതിൽ വലിയ ജിമിക്കിലിട്ട് മറ്റേ ഇതിടണം, അങ്ങനെയൊക്കെ. ലൈക്ക് ഷീ വോണ്ട്സ് ഹർ എവ്രിബഡി ടു ബി വെരി ഡ്രസ്ഡ് അപ്പ് ഫോർ ദ വെഡിങ്, എവ്രിബഡി ഹാസ് ടു ലുക്ക് അടിപൊളി, അങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് ലൈക്ക് അത്രയ്ക്കും ഇത് ഹിപ്പ് ചെയിൻ ഒന്നും മേടിച്ചില്ലെങ്കിലും ഐ ഗെറ്റ് എ പ്രിറ്റി നെക്ലസ് എന്ന് വിചാരിച്ചു. സോ യാ ദാറ്റ്സ് എവറിത്തിങ്. സോ ദിസ് ഇസ് ലക്ഷ്മിയുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ. ആൻഡ് നമ്മൾ ആ സിറ്റുവേഷനിലോട്ട് എത്തി. അപ്പം ഞാൻ ഇന്നലെ രാത്രി പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആക്ച്വലി. അപ്പം എനിക്കൊരു ചെറിയ വീഡിയോ എടുക്കണം എന്നുണ്ടായി. ഇപ്പം നമ്മൾ പോകാറിങ്ങ കേട്ടാ. അപ്പം മൊത്തം ആക്ച്വലി എങ്ങനെയോ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും മൊത്തം കല്യാണ വൈബിൽ ഞാൻ ജയലക്ഷ്മിയുടെ കവറുകളും ശ്രീമാട്ടിയുടെ ബാഗിലൊക്കെ ആയിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. കല്യാണ തലേന്നുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, എല്ലാത്തിനും എന്താ ഡ്രസ് കോഡ് പോലെ അല്ലെങ്കിലും കുറച്ച് ഇങ്ങനെ സാധനമൊക്കെ ലക്ഷ്മിയുടെ മെസ്സൊക്കെ വെച്ചത്. എന്താ ഇതിനിടണത്, നീ എന്താ അതിനിടണമെന്നൊക്കെ ചോദിച്ച് അതുപോലെ ഇതൊക്കെയായിരുന്നു. ലക്ഷ്മിയുടെ കല്യാണം ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഇപ്പം 4 വർഷമാവുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയും ക്ലോസ് ആയിട്ട് വേറെ ആൾക്കാരും കുറവാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരും കുറവാണ്. സോ ദിസ് ഇസ് ലൈക്ക് ക്വൈറ്റ് സ്പെഷ്യൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും വെരി സ്പെഷ്യലാണ്. ആൻഡ് ഇന്ന് ആക്ച്വലി ഒരു ചെറിയ ബാച്ചിലർ പാർട്ടി എന്ന് പറയാമെന്നും എനിക്കറിയില്ല, അതുപോലത്തെ ചെറിയ പരിപാടി ഉണ്ട്. അതിനെന്തെങ്കിലും ഫോട്ടോ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അത്ര വലിയതായിട്ടൊന്നുമില്ല. നമ്മൾ ആക്ച്വലി കുറച്ച് വലുതായിട്ടെന്നൊക്കെ പറഞ്ഞ് ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പല സ്ഥലത്താണ്, ബാംഗ്ലൂരാണ് കുറേ പേര്. ആൻഡ് വീക്കെൻഡ് ആണ് കല്യാണം. ആ സമയം ആകുമ്പോഴേക്കാണ് മിക്കവരും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാട്ടിൽ ആകെ ഒരു 4-5 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം എന്താണെങ്കിലും എന്താ വൺ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ് ബിഫോർ വെഡിങ് ദറ്റ് യു ക്യാൻ ഹാങ് ഔട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ലക്ഷ്മിയുടെ കല്യാണം ഞാൻ എന്താ പറയാവുന്നത്, ഇമോഷണൽ ആയി ഞാൻ ഇന്നലെ. ആക്ച്വലി എനിക്കപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായി, പക്ഷെ എൻ്റെ ഡ്രസ്സൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്ന അത്രയും ഇതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാക്കാറുള്ളത്. വുമൻസ് ഡേ കഴിഞ്ഞ് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. വുമൻസ് ഡേക്ക് ഒരു നല്ല വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായി, പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. പക്ഷെ I have this very special few ladies in my life. Not a lot of them, I have very few of them, but they are like so close to me and so important to me. Alilanda video Alilanda like in the top list anyways. Obviously. So yeah, so Lakshmi is one of them, and she's getting married and I'm just so happy for her. And എനിക്ക് ആക്ച്വലി ഈ ബാഗൊക്കെ വേണമെങ്കിൽ തുറന്ന് കാണിക്കണം എന്നുണ്ട്. എനിക്ക് അതുപോലെ ഐ സോ മച്ച് സ്റ്റഫ്. ഐ ലൈക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ മാലയും കമ്മലും അതും ഇതും. ആൻഡ് ദെൻ ഐ ആക്ച്വലി ഞാൻ ഒരു സെക്കൻഡ് തുറക്കാം. ഓക്കെ, സോ ഐ ഹാവ് ലൈക്ക് ദിസ് ഹ്യൂജ് ബോക്സ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എനിക്കുള്ള സാധനങ്ങൾ. ലാസ്റ്റ് ടൈം വെൻ വി ഗോട്ട് റെഡി ഫോർ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെയും കല്യാണത്തിന് ഒരുമിച്ച്, ലൈക്ക് ഓൾ ഗേൾസ് ടുഗെദർ. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വളയോ മാലയോ ഇട്ടു, അത് ആർക്കെങ്കിലും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ സൊല്യൂഷനും കൂടി ആയിട്ടാണ് ആൾക്കാർ വരിക. മീൻസ് ഇല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ ഇതിട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉണ്ടാവും വേറെ ഓപ്ഷൻസ്. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ദറ്റ് വി ഡു, ഐ ഗെസ് നമ്മൾ അറിയാതെ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. സോ ഐ ഹാവ് ദിസ് ഹോൾ പെട്ടി. ഇതിനകത്തുള്ള പകുതി സാധനം മാത്രമാണ് എൻ്റെ പ്ലാൻ ഓഫ് ഔട്ട്ഫിറ്റ് ഡിസിഷനിലുള്ളൂ. ഐ ജസ്റ്റ് ഹാവ് മോർ ഓപ്ഷൻസ് ഫോർ മീ ആൻഡ് ഫോർ എവറിബഡി എൽസ്. ആൻഡ് ഈ ഒരു സാഷ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഒരു ബ്രൈറ്റ് ടു ബിയുടെ സാഷ്. ഈ ബ്രൈറ്റ് ടു ബിയുടെ സാഷ് ഈസ് ആക്ച്വലി ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ ഞങ്ങളുടെ 2 പേരുടെയും, ദാറ്റ് ഇസ് അജിത്ത് ലക്ഷ്മി അജിത്തിന്റെയും കാത്തറിന്റെയും കല്യാണത്തിന് ബാച്ചിലർ ഒരു ബ്രൈഡൽ ഷവർ പോലെ വെച്ചപ്പോൾ വി പുട്ട് ദ സെയിം സാഷ്. സോ ദിസ് ഇസ് കൈൻഡ് ലൈക്ക് ഹാൻഡ് ഓവർ വരുന്ന സാധനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ദിസ് ഇസ് ദാറ്റ് സാഷ്. ആൻഡ് പൊട്ടൊക്കെ ഇന്നലെ ഞാൻ ലൈക്ക് ഇത് ആക്ച്വലി അമ്മച്ചിടിലെ ഈ
സിംഗിൾ പൊട്ടിന്റെ കളക്ഷൻസ് കുറെ ഉണ്ടാവില്ലേ, പെട്ടിയിൽ പല പല സൈസിൽ തന്നെ. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ബേസിക് ഓപ്ഷൻസും എന്റെ സാരിക്ക് മാച്ച് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ ദീസ് ആർ ബേസിക്കലി ഓപ്ഷൻസ് ഫോർ എവ്രിബഡി. എന്റെ ഡ്രസ്സിന് ഓപ്ഷൻസ് ആൻഡ് എവ്രിബഡിയുടെ ഡ്രസ്സിന് ഓപ്ഷൻസ്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇന്നലെ ഞാൻ പാക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ഇനി അടുത്ത ഒരുപാട് കാലത്തേക്ക് ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്ത് ഇതുപോലെ ആഗ്രഹിച്ച മാസങ്ങൾ നോക്കിയിരുന്ന് ഞാൻ ഒരു പരിപാടിക്ക് ഇനി എന്നാണ് ഇത് ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ ഐ കൈൻഡ് വാണ്ടഡ് ടു ഡോക്യുമെന്റ് ബിറ്റ് ഓഫ് ദാറ്റ്. പക്ഷെ അത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേസ് എനിക്ക് കുറെ കാലം കഴിഞ്ഞ് എനിക്ക് തന്നെ കാണാനും ഫോർ മീ ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഹാഡ് ദിസ് ഹോൾ തിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും പ്രോബ്ലി ഞാൻ ഈ ക്ലിപ്പ് എടുക്കുന്നത്. സോ probably this is the rest of the vlog, guys. Continue watching, please. Hi. So today is 2 days before Lakshmi's wedding, and we are at a ladies store. Oh. വ്ളോഗിങ് ലൈഫ് സ്റ്റൈലിനോട് ഇതുവരെ സൂട്ടഡ് ആയിട്ടില്ല, അതിൻ്റെ പ്രശ്നം. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ജസ്റ്റ് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങൾ മേടിക്കാൻ. നെയിൽ പോളിഷ്, കമ്മല്, അത് ഇത് കുറച്ച് സ്ലൈഡ്, ക്ലിപ്പ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഞങ്ങൾ വന്നത്. ആൻഡ് ജോജോ വാക്കിംഗ് അവേ ഫ്രം ദ വ്ളോഗ്. ഹായ് ഗൈസ്, കുറച്ച് കൈമുക്ക് പിടിക്കും ജോജോ. സോ ടുഡേസ് തല തിരിച്ചിട്ട് കാണിച്ചേ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. So today is 2 more days to Lakshmi's wedding, and we are doing Mailaji. So വൈകുന്നേരമാണ് ഈ പറഞ്ഞ ബാച്ചിലർ പാർട്ടി ഓർ അതുപോലത്തെ ഒരു സംഭവം. അപ്പം ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ബാക്ക്ഗ്രൗണ്ടിൽ ചോദിച്ച ഫ്രെയിമിൽ പെടാതിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരമാണ് ഈ പറഞ്ഞ ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞ സംഭവം. സോ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഐ ഗോട്ട് ലൈക്ക് ഇങ്ങനെ കുറച്ച് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അത് ആൻഡ് ഒരു സെറ്റ് റോസാപ്പൂ മേടിച്ചു. എന്നിട്ട് ഇനി ഞാൻ ഇത് വെച്ചൊരു ബൊക്കെ ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഇന്ന് വൈകുന്നേരം ലക്ഷ്മിനെ അക്കുരം കാണുമ്പോൾ അത് അവർക്ക് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇതൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ, ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ. നല്ല ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടാവില്ല പ്രോബ്ലി, ഞങ്ങൾ തന്നെ എടുക്കണം ഫോട്ടോ. അതിന് അത്ര സ്കിൽസ് ഉള്ള ആരും ഉണ്ടാവില്ല ഐ ഗസ്. പക്ഷേ ദാറ്റ്സ് മൈ ഐഡിയ. അപ്പം അത് കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞി ബൊക്കെ പോലത്തെ സാധനം ഉണ്ടാക്കാൻ പോകാം. ഹായ്, ഇത് വേണമെങ്കിൽ ചെറിയ ഒരു മേക്ക് യുവർ ഓൺ ബൊക്കെ ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞാൻ എത്ര കാലമായി പ്രൊഫഷണലി ബൊക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ഈ പ്രൊഫഷനിലോട്ട് ആദ്യമായിട്ട് കടക്കാൻ പോകുന്നത്. ബട്ട് ദെൻ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നന്ദ വാസ് ദെയർ ടു ഹെൽപ്പ് മീ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഗോർജിയസ്. വാവ്, ഓ വാവ്, സോ ബ്യൂട്ടിഫുൾ കാണാൻ. നോക്കി ചേച്ചാ, ഓ മൈ ഗോഡ്, വാവ്, ബ്യൂട്ടിഫുൾ കാണാൻ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് ആദ്യം മുള്ളെല്ലാവരും കണ്ടുപിടിച്ച് ഒടിച്ച് മാറ്റണം. കുറച്ച് ഇലകളും, ഭംഗി അധികം ഇല്ലാത്ത കുറച്ച് ഇലകൾ മാറ്റാം. ആക്ച്വലി ഫുൾ ഇലകൾ മാറ്റാം നമുക്ക്. എന്നിട്ട് ഫുൾ ഇലകൾ മാറ്റിയിട്ടാണ് നമ്മളിത് കുപ്പിയിലിട്ട് വെക്കുക. ഇതിനുള്ളിൽ ലുക്ക് ലൈക്ക്, അല്ല ലുക്കിൻ്റെ അല്ല, ഇതിൻ്റെ ഹോൾ പ്രോസസ്സസ് ആക്ച്വലി ലൈക്ക് നമ്മൾ ഇതെല്ലാനും മുള്ളും കളഞ്ഞ് ഇലയും കളഞ്ഞ് യു ഹാവ് ടു കട്ട് ഇറ്റ് ലൈക്ക് സ്ലാൻഡിങ് ആയിട്ട്. എന്നിട്ട് നമ്മളിത് വെള്ളക്കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് കയറാനും ഈസിയർ ആയിരിക്കും. പിന്നെ സോ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇത് ഇറങ്ങാൻ പോകണ്ട. സോ ഞാൻ ആ റോസൊക്കെ മേടിച്ചതായി മെയ്ഡ് ദ സ്മോൾ ക്യൂട്ട് ബൊക്കെ പോലത്തെ ഒരു സാധനവും. എന്നിട്ട് അതായിട്ടിപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ലക്ഷ്മി ഷുഡ് കം ഇൻ സം ടൈം. സോ
ഫോട്ടോ ആണെന്ന് വിചാരിച്ച വ്ളോഗിൽ വന്ന് ചോദിച്ചോ. പോയിടാ. ഇതിന്റെ വ്ളോഗിലാണ്. ശരി. ഹായ്. ലക്ഷ്മി ഇപ്പൊ ആക്ച്വലി വന്നേ ഉള്ളൂ. ഹായ് ഹായ്. അയ്യോ ഫ്ലാഷ് വന്നു. അയ്യോ പാവം. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്യാട്ടോ വീഡിയോ എടുക്കുന്നത്. സോ ഞങ്ങളുടെ അടുത്ത് അജിത്തിന്റെ കല്യാണത്തിനും ക്യാദറിന്റെ കല്യാണത്തിനും ബ്രൈഡൽ ഷവർ നടത്തിയപ്പോ ഉള്ളൊരു സാഷ് ഉണ്ട്. ആ സാഷ് ഉണ്ട് കേട്ടോ. ആ സാഷ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ കൈമാറി കലമ്പോൾ അതന്നെ കൈമാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിനക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അത് ഇടേണ്ട ഒരു ആവശ്യകത നമുക്കുള്ള സാഹചര്യത്തിൽ ജൂജോ പ്ലീസ്. അല്ല, ഭാഗ്യം എടുക്കുന്നേ, ആരെടുക്ക്. So chaotic. Wow. പാവോടാ, അവള് പനിയായിട്ട് വയ്യാതിരിക്കാണോ. ഗോർജിയസ്. എടാ, ഈ ബ്ലോഗിൽ നീ തന്നെയാണ് വരാൻ പോകുന്നത്. അതാണ് ഡിങ്കന്റെ ഫ്രണ്ട്, ഡിങ്കന്റെ ബാക്ക്, ഡിങ്കന്റെ അതെനിക്ക് ആക്ച്വലി കൊണ്ടുവന്ന സാധനമാണ്. ഓക്കെ ബൈ.